ഹായ് ഗൈസ്, അപ്പോൾ നമ്മളൊരു ചെറിയ വീഡിയോ കാണിക്കാം. വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വീട് പണി കഴിഞ്ഞതിന് ശേഷം ചെറിയ ഫ്രൂട്ട്സുകൾ മേടിച്ച് വെച്ച് അതെന്തൊക്കെയാണ്, അതിലേതൊക്കെ കായ്ച്ചു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് എന്ത് ഇനത്തിൽപ്പെട്ട മാവാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് 3 വർഷമായി നമ്മൾ വെച്ചിട്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് പൂത്തു, മഴ പെയ്തു, പൂവെല്ലാം പോയി. ഇടയ്ക്കിടയ്ക്ക് പൂത്തിട്ടുണ്ട്. വേണ്ട, അടുത്ത ശിഖരം പൂക്കാനുള്ളത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരെണ്ണം കഴിഞ്ഞ പ്രാവശ്യം പൂത്തു എന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ അതിനകത്ത് കാ കിട്ടിയില്ല നമുക്ക്. പിന്നെ ഇതൊരു മാവ്, ഇതും വേറൊരു ഇനത്തിൽപ്പെട്ടതാണ് കേട്ടോ. ഇതാണ് പൂത്തെന്ന് പറയുന്നത്. ഇതിനിടയ്ക്ക് ഒരു തെങ്ങ് നിൽപ്പുണ്ട്. ഇവിടെ കോതാനായിട്ട് ഇനി പണിക്ക് തന്നെ വിളിക്കണം. ആണ്ടാ ഒരു തെങ്ങ്, അത് വെച്ചിട്ട് ഒരു 2 വർഷം ആവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതെന്ന് പറയുന്നത് ഇടയ്ക്ക് വേറെ ഉണ്ട്. പിന്നെ അവിടെ ഒരു മറ്റേ എന്തുവാ അതിൻ്റെ പേര്, മറ്റേ നെല്ലി ഉണ്ടല്ലോ, ചെറിയ ചുമന്ന നെല്ലി, അതുണ്ടായിരുന്നു. ആദ്യം ഒന്ന് വന്നു ഉണങ്ങിപ്പോയി, വീണ്ടും രണ്ടാമത് കിളിച്ചു വന്നു. അതാണിത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒന്നുമില്ല. വേറെ എന്തിനാണുള്ളത് കാണിച്ചു തരാം. എനിക്ക് ഫ്രൂട്ട്സുകൾ മാത്രമല്ല ഞാൻ മേടിച്ച് വെച്ച്, ആദ്യം കരുതി ഞാൻ കരുതി വരിക്കില്ലാന്ന്. ഇതൊരു റോസ്, ഇതൊക്കെ ഇപ്പം മേടിച്ചതാണ്, നാട്ടു റോസാണ് മേടിച്ചത്. പിന്നെ ഇത് മരമുല്ല, മുട്ടിട്ടതേ ഉള്ളൂ, കായ്ച്ച് പിടിച്ചില്ല, പൂ പിടിച്ചില്ല. പിന്നെ ടാങ് അടുത്ത പ്ലാവല്ല മാവ്, അതും ഏതോ ഒരു ഇനത്തിൽപ്പെട്ട, എനിക്കറിയത്തില്ല. കാരണം എല്ലാം നല്ലതായിരുന്നു. ഇത് മറ്റേ വലിയ പേരയാണ്, നമ്മൾ ഒരുപാട് കഴിച്ചു, സൂപ്പറായിരുന്നു. ഇപ്രാവശ്യവും കായ്ച്ചു. നമ്മളത് എനിക്കൊന്ന് 3 എണ്ണം കഴിച്ചു കഴിഞ്ഞു. വീണ്ടും ഇഷ്ടം പോലെ വേണ്ട അറ്റത്തൊക്കെ കായ്ച്ച് നിൽക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട് കായും മരം, കായൊക്കെ ഇഷ്ടം പോലെ കായുണ്ട്. കായ് ഇഷ്ടം പോലെ വീണു. നമുക്കിനി ഇപ്രാവശ്യം ഒരുപാട്, എനിക്കൊന്ന് പേരയ്ക്കൊക്കെ ആയിരിക്കും കൂടുതൽ വീഴുന്നത്. പേരയ്ക്ക ഇഷ്ടം പോലെ ഉണ്ട്. ഇതിനിടയ്ക്കൊരു ജാമ്പ, ചെറിയ ജാമ്പ ഞാൻ കാപ്പിച്ചി. ഇതാണ് മറ്റേ ചുമന്ന ജാമ്പ ഉണ്ടല്ലോ, ജാമ്പ. അത് ഞാൻ പിച്ചി വീണ്ടുന്നാണ്ട് പൂത്ത് വരുന്നുണ്ട്. പിന്നെ ഇത് മറ്റേ ഇല്ല, വലിയ പേരയ്ക്കുണ്ട്, പേരയല്ലല്ലോ മാവ്, മറ്റേ വലിയ മാങ്ങയാണിത്. വലിയ മാങ്ങയെന്ന് പറഞ്ഞാൽ എനിക്കിത് ഇവിടെ വീടിൻ്റെ അടുത്തുള്ളൊരു കൊച്ച് തന്ന് ആ മാവ് തിന്നിട്ട് ഞാനത് എടുത്ത് പിന്നെ അത് ബഡ് ചെയ്തൊക്കെ എടുത്തതാണ്. അപ്പോൾ അതാണ് ഇത്. പിന്നെ നമ്മുടെ റംബൂട്ടാൻ കഴിഞ്ഞ കൊല്ലം നമ്മൾ മേടിച്ച്, ഇതിൻ്റെ സീസൺ ആവുന്നതിന് മുമ്പേ മേടിച്ച് വെച്ചായിരുന്നു. പക്ഷേ പൂത്തെങ്കിലും നമുക്ക് കാ കിട്ടിയില്ല. ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു 3-4 കാ വീണു. വേണ്ടേ, പൂത്ത് നിൽപ്പുണ്ട്. പിന്നെ നമ്മൾ ഈ കഴിഞ്ഞ തിരുവാതിരയ്ക്ക് മേടിച്ചതാണ് മിറാക്കിൾ ഫ്രൂട്ട്. പൂത്ത് ഇടയ്ക്കൊക്കെ പൂത്ത് നിൽപ്പുണ്ട്. വേണ്ട, കായ്ച്ചു വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അമ്പഴങ്ങി എന്ന് പറയുന്ന സാധനം. കണ്ട, അത് ഞാൻ മേടിച്ച് ചട്ടിയിൽ വെച്ചാണ്, കായ്ച്ചു. അടുത്ത കൊലയും പൂ വീണിട്ടുണ്ട്. കണ്ട, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് എനിക്ക് ആമ്പലേ ഉള്ളായിരുന്നു, താമര ഇല്ലായിരുന്നു. ഞാൻ പിന്നെ അങ്ങനെ രണ്ടിടത്ത് പറഞ്ഞിട്ട് എനിക്ക് തന്നെയാണ്. പക്ഷെ അത് കിളിച്ചു, താമരയും കിളിച്ചു. പിന്നെ ഇതിനിടയ്ക്ക് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മേടിച്ച അന്ന് മുതൽ 1ഉം 2ഉം ഒക്കെ വെച്ച് നമുക്ക് ഫലം തരുന്നൊരു സാധനമാണ്. സൂപ്പർ ചക്കയാണ്. ഇപ്രാവശ്യം 1 വീണുള്ളൂ. 30 കാ വീണെടുത്ത് നമുക്ക് 1 കായ കിട്ടിയിട്ടുള്ളൂ. അതിങ്ങനെ നിൽപ്പുണ്ട്. പക്ഷെ പൂക്കും, എല്ലാ പ്രാവശ്യവും പൂക്കും. 6 മാസം കൂടുമ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് കാ കിട്ടും. ഇത് ഞാൻ മേടിച്ചു, കോട്ടുക്കൽ ഫാമിൽ നിന്ന് മേടിച്ചതാണ്, നമ്മുടെ ഇവിടെ അടുത്തുനിന്ന്. അപ്പം പ്ലാവ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും ചെറിയ പ്ലാവ് ഉണ്ടാ. ഇതാണ് ആകെ പ്ലാവിലുള്ള ഇല, അതേ ഉള്ളൂ, താഴോട്ടൊന്നും ഇലയില്ല. കണ്ട, അതാണ്. പിന്നെ നമ്മുടെ നാടൻ പേരയാണ്. നാടൻ പേരയെന്ന് പറഞ്ഞാൽ ഇത്, ഈ പേരയുടെ പേരൊന്നും എനിക്കറിയത്തില്ല. അതും കായ്ച്ചു. റോസ് കളറാണ്, ചുമപ്പല്ല, റെഡല്ല. അകത്ത് ആപ്പിൾ കണക്ക് ആകൃതിയാണ്, റോസ് കളറാണ് അകത്തിരിക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മളെ ഇവിടുന്ന് ചെടിയെല്ലാം ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ, കുറച്ചേ കാണിക്കുന്നുള്ളൂ. കാരണം കുറച്ചൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഇത് ഞാൻ മേടിച്ച് നട്ടതാണ്. ഇനി ഇതിന് വള്ളി പിടിപ്പിക്കണം, മേളിലോട്ട് കാർ ഷെഡിൻ്റെ മണ്ടയിലേക്ക് പിടിപ്പിക്കണം.
അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇത് നമ്മുടെ നാടൻ പേരയ്ക്കാണ്. ഇത് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇഷ്ടം പോലെ കായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കായുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പേർക്ക് കൊടുത്തു, ഒത്തിരി പേർക്ക് ബന്ധുക്കൾക്ക് തന്നെ നമ്മൾ കഴിക്കുകയും ചെയ്തു. പിന്നെയെന്ന് പറയുന്നത് ഇതാർക്കും വേണ്ടാതെ ഉപേക്ഷിച്ച് കിടന്ന ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു തൈയായിരുന്നു. ഞാനത് കൊണ്ടുവന്നതാണ്ട് ചട്ടിക്കകത്താണ് ഞാൻ വെച്ചത്. വെച്ച് കഴിഞ്ഞ പ്രാവശ്യം ഒരു പൂ വന്ന് അതങ്ങ് പൂവങ്ങ് എന്തോ ചീത്തയായിപ്പോയി. ചൂടിൻ്റെ കാഠിന്യം കൊണ്ടായിരിക്കാം. പക്ഷെ വീണ്ടും താണ്ടെ പൂത്തു. കണ്ട, സത്യം പറഞ്ഞാൽ നമ്മൾ സ്വന്തമായി ചെയ്യുന്ന കാര്യങ്ങളിൽ പൂ വരുന്നതും കാ വരുന്നതും ഒക്കെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതൊന്നും ചെയ്ത് ജീവിച്ചൊരു വ്യക്തിയല്ല. പക്ഷേ ഇവിടെ വന്ന് എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്ത് ഞാൻ ചെയ്തതിൽ നിന്ന് ഒരു ഫലം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. പിന്നെ ആപ്പിൾ ജാമ്പ് ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് വീഡിയോ എടുക്കുമ്പോൾ. ഞാൻ പറയുന്നതാണ്ട് എൻ്റെ അതിനകത്ത് ഇതൊക്കെ വന്നു എന്നൊക്കെ പറയും. പക്ഷെ എന്നാലും ഞാൻ നിങ്ങളെ കാണിക്കും. കുറേ പിച്ചി എനിക്ക് തോന്നുന്നു 7-8 കിലോളം നമ്മൾ കഴിച്ചു കഴിഞ്ഞു. ഉപ്പിലിട്ടായിരുന്നു. പിന്നെ കുറേ പൊഴിഞ്ഞു പോന്നു. എങ്കിലും വീണ്ടും പൂക്കുന്നുണ്ട്, കാന്നിപ്പുണ്ട്. വല 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 അതിനകത്ത് ഇതാണ് പ്രയോജനം. എന്താ കാണിക്കുന്നതുണ്ടോ? ഉണ്ടോ? നിന്ന് വിളഞ്ഞിട്ട് ചീത്തയായി തുടങ്ങി. വെടിച്ച് കീറി കായുണ്ട്. പൂ വേണ്ട, വീണ്ടും പൂത്ത് തുടങ്ങുന്നു. കണ്ടോ? ഇത് പൂത്താൽ പിന്നെ എന്നും പൂക്കും കേട്ടോ. കായെന്നും കാണും. വേണ്ട, പൂ വീണുകൊണ്ടിരിക്കുന്നു. നമ്മൾ കഴിച്ചു തീർന്ന് വീണ്ടും അടുത്തത് പൂത്തുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടോ? കായുണ്ട്, ഇഷ്ടംപോലെ കായുണ്ട്. ആകെ എനിക്ക് ഇച്ചിരി സ്ഥലമേ ഉള്ളൂ. ആ സ്ഥലത്തിനകത്തൊക്കെയാണ് ഞാനിത് വെച്ച് പിടിപ്പിച്ച് നിർത്തിയത്. കാരണം ഇച്ചിരി സ്ഥലമുണ്ട്, ഒരുപാട് സ്ഥലമൊന്നുമില്ല നമുക്ക്. അപ്പോൾ അതിനകത്തുള്ള സ്ഥലങ്ങളിനകത്തുള്ളതാണ് ഞാനീ കാണിക്കുന്നത്. അത് ഒരെണ്ണം വിളഞ്ഞു നിൽക്കുന്നു. ഞാൻ എന്തായാലും ഒന്ന് പറിക്കാം. ഓക്കെ, ഭയങ്കര വിളഞ്ഞ് നല്ല മധുരമാണ് കേട്ടോ. പക്ഷെ വിളഞ്ഞ് നമ്മൾ പറിച്ച് കഴിയുമ്പം നല്ല മധുരമാണ്. അപ്പം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഇടയ്ക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ബാക്കി ഞാൻ പിന്നെ പതുക്കെ കുറേച്ചേ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ, കാരണം എനിക്കിനിയും മേടിച്ച് വെക്കണം, മീൻസ് വെക്കണമെന്നൊരു താല്പര്യമുണ്ട്. ഉള്ള സ്ഥലത്ത് വെക്കണമെന്നുണ്ട്. പക്ഷേ നടക്കാമെന്ന് പറയാൻ നമുക്ക് എല്ലാം ഇപ്പോൾ കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റത്തില്ലല്ലേ. അതുകൊണ്ടുള്ളൊരു വിഷമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തൈകൾ എനിക്ക് തരിക. ഞാൻ എവിടെ ആണെങ്കിലും വന്ന് മേടിച്ചോളാം. കണ്ട, ഇത്ര ഏരിയയിലാണ് ഈ പറഞ്ഞ സാധനങ്ങൾ നിൽക്കുന്നത്. ഈ പ്ലാവുകളെല്ലാം അടുത്തടുത്താണ് നിൽക്കുന്നത്. കണ്ട, ഇതെല്ലാം അടുത്തടുത്താണ് നിൽക്കുന്നത്. ഒന്നും ഒരുപാട് ദൂരെയൊന്നുമില്ല. കാരണം എനിക്ക് കഴിക്കാൻ കിട്ടിയില്ലെങ്കിൽ എൻ്റെ മോൾക്കെങ്കിലും അത് ഫലപ്പെടണം. കാരണം ആരുടെയും വീടിൻ്റെ മുറ്റത്ത് നിന്നിട്ട് അയ്യോ ഒരു മാങ്ങ തരുമോ, പണ്ടൊക്കെ നമ്മൾ അങ്ങനെ അല്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെയൊന്നും വേണ്ടെന്ന് എഴുതിയിട്ടാണ്. കാരണം മറ്റുള്ളവരുടെ പെരയെടുത്ത് ഇരിക്കുന്ന കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ചോദിച്ചാൽ തരാത്തവരുണ്ട്, തരുന്നവരുമുണ്ട്. മോട്ടിച്ചിട്ടുമുണ്ട്, അത് വേറൊരു സത്യം. പിന്നെ എൻ്റെ പുതിയ അതിഥി വന്നായിരുന്നു, കാണിച്ചില്ല. അതും എൻ്റെ പുതിയ അതിഥിയാണ്. കാരണം അത് പണ്ടേ ഉള്ളൊരു തൈയായിരുന്നു, അത് ഞാൻ നഷ്ടപ്പെടുത്തിയില്ല. ഇവിടെ കുറേ നൊസ്റ്റാൾജിയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ടാറ്റാ ബൈ ബൈ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.